Dear children, last day we studied the first part of lesson super senses. നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചത് സൂപ്പർ സെൻസസ് എന്ന് പറയുന്ന ലെസണിൻ്റെ ഫസ്റ്റ് പാർട്ടാണ്. നമ്മളതിനകത്ത് പഠിച്ചത് ആൻസിനെ കുറിച്ചും മോസ്കിറ്റോസിനെ കുറിച്ചാണ്. മോസ്കിറ്റോസ് നമ്മുടെ ബോഡി ഓഡർ അല്ലെ ബോഡിയുടെ സ്മെല്ല്, നമ്മുടെ കാലിൻ്റെ സോളിൻ്റെ സ്മെല്ല് ഒക്കെ ഐഡൻറ്റിഫൈ ചെയ്താണ് നമ്മളെ അത് കുത്തുന്നത്. അതുപോലെ ആൻസ് അതിൻ്റെ ലൈനായിട്ട് പോകുന്നതിനുള്ള കാരണം അത് അതിൻ്റെ ഗ്രൗണ്ടിൽ, അത് പോകുന്ന ഗ്രൗണ്ടിൽ ഒരു സ്മെല്ല് ലീവ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് പുറകെ വരുന്ന ആൻസ് അതേ വഴിയിലൂടെ പോകുന്നത്. ഇത് നമ്മൾ പഠിച്ചു. നെക്സ്റ്റ്, ഡു ദ ആനിമൽസ് സീ കളേഴ്സ്? ആനിമൽസിന് കളറ് കാണാൻ പറ്റുമോ? ആനിമൽസ് കനോട്ട് സീ ആസ് മെനി കളേഴ്സ് ആസ് വി ക്യാൻ. നമുക്ക് കാണുന്ന പോലെ അത്രയ്ക്ക് കളേഴ്സ് ആനിമൽസിന് കാണാൻ പറ്റത്തില്ല. സീ ഹൗ തിങ്സ് ഇൻ ദീസ് പിക്ചേഴ്സ് വിൽ ബി സീൻ ബൈ സം ആനിമൽസ്. ചില ആനിമൽസിന് എങ്ങനെയാണ് കാണുന്നത്? ഇപ്പോൾ ഹ്യൂമൻ ബീങ്സ് ഇങ്ങനെയാണ് കാണുന്നതെങ്കിൽ ഈ കളർ ഒരു ബേർഡ് ഇങ്ങനെ ആയിരിക്കും, ഒരു ഡോഗ് ഇങ്ങനെ ആയിരിക്കും കാണുന്നത്. ഇങ്ങനെ ഓരോ ആനിമൽസിനും ഓരോ കളർ വേരിയേഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ കാണുന്ന അതേ കളർ ആയിരിക്കത്തില്ല അവ കാണുന്നത്. ഇറ്റ് ഈസ് ബിലീവ്ഡ് ദാറ്റ് ആനിമൽസ് that are awake in the daytime can see some colors. Those animals that are awake at night can see things only in black and white colors. പകൽ സമയം ഉണർന്നിരിക്കുന്ന ആനിമൽസിന് ഏകദേശം എല്ലാ കളേഴ്സും കാണാൻ പറ്റും, കുറേയേറെ കളേഴ്സ് കാണാൻ പറ്റും. പക്ഷെ രാത്രിയിൽ ഉണർന്നിരിക്കുന്ന ജീവികൾക്ക്, ആനിമൽസിന് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളേഴ്സ് മാത്രമേ കാണാൻ കഴിയുകയുള്ളൂ. Sharp ear. In class 4, you read that we cannot easily see birds' ears. നമ്മൾ ക്ലാസ് 4ൽ പഠിച്ചാണ് ബേർഡ്സിൻ്റെ ചെവികൾ നമുക്ക് കാണാൻ പറ്റത്തില്ല. ബേർഡ്സിൻ്റെ ചെവികൾക്ക്, അതായത് പുറത്തേക്ക് കാണാൻ പറ്റത്തില്ല. ബേർഡ്സിന് 2 ഹോൾസാണ്, ഹെഡിൻ്റെ സൈഡ്സിലായിട്ട് 2 ഹോൾസാണ് ഉള്ളത്. അത് ഫെതേഴ്സ് കൊണ്ട് കവർ ചെയ്തിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് അവരുടെ ഇയേഴ്സ് കാണാൻ പറ്റത്തില്ല. Their ears are small holes covered with feathers. Right. The name of 10 animals whose ears can be seen. നമുക്ക് ഇയേഴ്സ് കാണാൻ പറ്റുന്ന 10 ആനിമൽസിൻ്റെ പേര്: ഡോഗ്, എലിഫൻറ്റ്, ടൈഗർ. ഇതിൻ്റെയൊക്കെ ഇയേഴ്സ് നമുക്ക് കാണാൻ പറ്റുന്നതാണ്. അങ്ങനെ 10 നമ്പേഴ്സ് ഏതാണ്? The names of some animals whose ears are bigger than our ears. നമ്മുടെ ചെവിയെക്കാട്ടി വലുതായിട്ടുള്ള ചെവികളുള്ള ആനിമൽസിൻ്റെ പേര്. ഫോർ എക്സാമ്പിൾ എലിഫൻറ്റ്, റാബിറ്റ്, ഇതിൻ്റെയൊക്കെ ഡിയർ, ഇതിൻ്റെയൊക്കെ ഇയേഴ്സ് നമ്മുടെ ചെവിയെക്കാട്ടിൽ വലുതാണ്. Think, is there some link between the size of the animal's ears and their hearing? ആനിമലിൻ്റെ ഇയറിൻ്റെ സൈസും അവരുടെ കേൾവി ശക്തിയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ട്? തീർച്ചയായിട്ടും ഉണ്ട്. എന്താണ്? വലിപ്പം കൂടുന്നതിനനുസരിച്ച് അവർക്ക് കേൾവിശക്തി കൂടുതലുണ്ട്. ട്രൈ ദിസ്. ഫോർ ദിസ് ആക്ടിവിറ്റി ഫൈൻഡ് എ ക്വയറ്റ് പ്ലേസ് ഇൻ യുവർ സ്കൂൾ. നിങ്ങളുടെ സ്കൂളിൽ തീരെ ക്വയറ്റായിട്ടുള്ള, ഒട്ടും തന്നെ ശബ്ദമുണ്ടാകാത്ത സ്ഥലത്ത് നിൽക്കുക. ടെൽ വൺ ഓഫ് യുവർ ഫ്രണ്ട് ടു സ്റ്റാൻഡ് അറ്റ് എ ഷോർട്ട് ഡിസ്റ്റൻസ് ആൻഡ് ആസ്ക് ഹിം ടു സേ സംതിങ് സോഫ്റ്റ്ലി. നിങ്ങളുടെ ഒരു ഫ്രണ്ടിനോട് ഇച്ചിരി അകലത്ത് നിന്നിട്ട് പതിയെ പറയാൻ പറയുക. The rest of you should listen carefully. ബാക്കിയുള്ളവർ അത് ശ്രദ്ധിച്ച് നിൽക്കുക. Then all of you put your hands behind your ears. എല്ലാവരും ചെവിയുടെ പുറകിൽ ഈ കുട്ടി വെച്ചിരിക്കുന്നില്ലേ കൈ, അതുപോലെ വയ്ക്കുക. Shown in the picture, let the same child say something again as softly as before. In which case was the sound sharper? ആസ്ക് യുവർ ഫ്രണ്ട്സ് ടു. അങ്ങനെ ചെവിയുടെ പുറകിൽ ഇങ്ങനെ പാം വെച്ച് നോക്കിയാൽ, അല്ല ഹാൻഡ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ പതിയെ പറയുന്നത് കുറച്ചുകൂടെ വ്യക്തമായി കേൾക്കുന്ന പോലെ തോന്നും. ദാറ്റ് മീൻസ് നമ്മുടെ ചെവികളുടെ വലിപ്പം കൂടുന്ന പോലെയാണ് ഒരു എഫക്റ്റാണ് അവിടെ ഉള്ളത്. പുട്ട് യുവർ ഹാൻഡ്സ് ഓവർ യുവേഴ്സ് ആൻഡ് സേ സംതിങ്. ക്യാൻ യു ഹിയർ യുവർ ഓൺ വോയിസ്? നിങ്ങളുടെ ഹാൻഡ്സ് ചെവിക്ക് മുകളിൽ വെച്ചിട്ട് എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ വോയിസ് തന്നെ കേൾക്കുന്നത് മനസ്സിലാവും.
Sit near a desk. Tap the desk once with your hand. Listen carefully. Now put your ear on the desk as shown in the picture. നമ്മൾ ക്ലാസ്സിലൊക്കെ ചെയ്യുന്നത്, അതായത് ചെവി നമ്മുടെ ഡെസ്കിലേക്ക് വെച്ചിട്ട് ഇങ്ങനെ കൊട്ടി നോക്കുക. Tap on the desk once again with your hand. Listen again. Was there any difference in the sound of the tap? അതായത് നമ്മൾ നേരെ ഇരുന്ന് കൈകൊണ്ട് കൊട്ടി ശബ്ദം കേൾക്കുന്നത് നമ്മൾ ചെവി ഡെസ്കിൽ വെച്ച് കൊട്ടുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. അതിന് സൗണ്ട് കൂടുതലാണ് നമുക്ക് തോന്നും. ചെവി ഡെസ്കിൽ വെച്ച് നമ്മൾ കൊട്ടിക്കഴിഞ്ഞാൽ സൗണ്ട് കൂടുതലായിട്ട് തോന്നും. ദിസ് ഈസ് ഹൗ സ്നേക്സ് ഹിയർ. ഇങ്ങനെയാണ് സ്നേക്സ് കേൾക്കുന്നത്. സ്നേക്സിന് ചെവി ഇല്ല എന്ന് ഓർത്തോണം. ദേ ഡു നോട്ട് ഹാവ് എക്സ്റ്റേണൽ ഇയേഴ്സ് വിച്ച് യു ക്യാൻ സീ. അതായത് നമുക്ക് കാണത്തക്ക പോലെ എക്സ്റ്റേണൽ ഇയേഴ്സ് ഇല്ല. ദ ഓൺലി ഫീൽ ദ വൈബ്രേഷൻസ് ഓൺ ദ ഗ്രൗണ്ട്. അതിൻ്റെ ഗ്രൗണ്ടിൽ, അതായത് നമ്മൾ നടന്നൊക്കെ പോകുമ്പോൾ ഉണ്ടാകുന്ന വൈബ്രേഷൻസ്, ചെറിയ ചെറിയ വിറയലുകൾ, അതായത് നമ്മൾ ഡെസ്കിൽ അടിക്കുമ്പം ഒരു വൈബ്രേഷൻ ഉണ്ടാവില്ല, അതുപോലെ നമ്മൾ നടന്നു പോകുമ്പോഴൊക്കെ ഒരു വൈബ്രേഷൻ ഉണ്ടാകും. അങ്ങനെ വൈബ്രേഷനിൽ നിന്നാണ് സ്നേക്സ് സൗണ്ടുകൾ അല്ലെങ്കിൽ ഏതെങ്കിലും ആനിമൽസോ ഹ്യൂമൻ ബീങ്സോ ഒക്കെ ഉണ്ടോ എന്ന് മനസ്സിലാക്കുന്നത്. സൗണ്ട്സ് ആൻഡ് മെസ്സേജസ്. Sounds and messages. High upon the tree, a langur warns others to danger like a tiger or leopard. The langur does this by making a special warning call. അതായത് ഒരു മങ്കി ഒരു ടൈഗറിനെയോ എന്തിനേലും കണ്ട, എന്തെങ്കിലും ഒരു ലെപ്പേർഡിനെ എന്തെങ്കിലും കണ്ടാൽ അത് പെട്ടെന്ന് സൗണ്ട് ഉണ്ടാക്കി മെസ്സേജ് കൊടുക്കും ബാക്കിയുള്ള ആൾക്കാർക്ക്. ബേർഡ്സ് ഓൾസോ ഗിവ് അലാം കോൾസ് ടു വാൺ അബൌട്ട് ദ ഡേഞ്ചർ. സം ബേർഡ്സ് ഈവൻ ഹാവ് ഡിഫറെൻറ്റ് സൗണ്ട്സ് ഫോർ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഡേഞ്ചേഴ്സ്. ഫോർ എക്സാമ്പിൾ, ദർ ഈസ് ഡിഫറെൻറ്റ് വാർണിംഗ് കോൾ if the enemy is coming from the sky or if the enemy is on the ground. ഇനി ചില ബേർഡ്സ് ഉണ്ട് ഈ ഡേഞ്ചർ സിഗ്നൽ കൊടുക്കുന്നത് പല സൗണ്ട് ഉണ്ടാക്കിയ, അതായത് ആകാശത്തൂടി പോകുന്ന ഒരു ജീവി ബേർഡ് ആണ് അതിനെ പിടിക്കാൻ പോകുന്നതെങ്കിൽ അത് ഒരു സൗണ്ട് ഉണ്ടാക്കും. അതിൽ ഗ്രൗണ്ടിലൂടെ വരുന്നെങ്കിൽ വേറൊരു ടൈപ്പ് സൗണ്ടാണ് ഉണ്ടാക്കുന്നത്. ഫിഷസ് ഗിവ് അലാം കോൾസ് ബൈ ഇലക്ട്രിക് സിഗ്നൽ. ഒരു ടൈപ്പ് ഇലക്ട്രിക് സിഗ്നൽസ് കൊണ്ടാണ് ഫിഷസ് ഇങ്ങനത്തെയുള്ള ഡേഞ്ചർ സിഗ്നൽസ് കൊടുക്കുന്നത്. സം ആനിമൽസ് സ്റ്റാർട്ട് ബിഹേവിങ് ഇൻ എ ഡിഫറെൻറ്റ് വേ വെൻ ആൻ എർത്ത്ക്വേക്ക് ഓർ സ്റ്റോം ഈസ് അബൌട്ട് ടു കം. അതുപോലെ കലാമിറ്റീസ്, ദുരന്തങ്ങൾ വരുമ്പോൾ പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും ആനിമൽസിന്. പീപ്പിൾ ഹു ലിവ് ഇൻ ദ ഫോറസ്റ്റ് ആൻഡ് ക്യാൻ ഒബ്സർവ് സച്ച് ബിഹേവിയർ ഓഫ് ആനിമൽസ് കം ടു നോ ഓഫ് ദ ഡേഞ്ചർ. ഫോറസ്റ്റിൽ താമസിക്കുന്ന ആൾക്കാർക്കൊക്കെ ഇത് പെട്ടെന്ന് മനസ്സിലാവും. ആനിമൽസിൻ്റെ ബിഹേവിയർ വ്യത്യാസം വരുമ്പോൾ അവർക്ക് മനസ്സിലായി എന്തോ അപകടം വരുന്നുണ്ടെന്ന്. അതിൻ്റെ ഒരു എക്സാമ്പിളാണ് പറഞ്ഞിരിക്കുന്നത്. ഇൻ ഡിസംബർ 2004, few tribes that live in the forest of Andaman Islands noticed that the animals behave in different manner. They guessed some danger. 2004 സുനാമി ഉണ്ടായ സമയത്ത്, ഡിസംബറിലാണ് സുനാമി ഉണ്ടാകുന്നത്. ആ സമയത്ത് ആൻഡമാൻ ഐലൻഡ്സിൽ ഫോറസ്റ്റിലെ ആനിമൽസ് ഒരു പ്രത്യേക രീതിയിൽ ബിഹേവ് ചെയ്തത് അവിടുത്തെ ട്രൈബ്സ്, ഇവിടുത്തെ ആദിവാസികൾ ശ്രദ്ധിച്ചിരുന്നു. സോ ദേ ഗെസ്ഡ് സം ഡേഞ്ചർ. അവരെന്തോ അപകടം വരുന്നുവെന്ന് മനസ്സിലാക്കി. സോ ദേ മൂവ്ഡ് എവേ ടു എ സേഫർ പാർട്ട് ഓഫ് ദ ഐലൻഡ്. അതുകൊണ്ട് തന്നെ അവർ പെട്ടെന്ന് കുറച്ച് സേഫറായിട്ടുള്ള ഐലൻഡിൽ തന്നെ സേഫറായിട്ടുള്ള സ്ഥലത്തേക്ക് മാറി. സൂൺ ആഫ്റ്റർ ദ ഐലൻഡ് ഹിറ്റ് ബൈ ദറ്റ് സുനാമി ബട്ട് ദീസ് പീപ്പിൾ വെർ സേവ്ഡ്. കുറച്ച് കഴിഞ്ഞപ്പോൾ എന്നാണ് ഈ ആനിമൽസിൻ്റെ ബിഹേവിയറിൽ നിന്ന് മനസ്സിലാക്കി ട്രൈബ്സ് ദൂര സ്ഥലത്തോട്ട് മാറിയപ്പോൾ എന്താണ് ഉണ്ടായത്? സുനാമി എന്താണെന്നറിയാമോ? സുനാമി എന്ന് പറയുന്നത് സീയിൽ എർത്ത്ക്വേക്ക് ഉണ്ടാകുമ്പോൾ, കടലിനടിയിൽ ഭൂകമ്പങ്ങൾ ഉണ്ടാകുമ്പോൾ ആ വെള്ളം മുഴുവൻ, കടലിലെ വെള്ളം മുഴുവൻ കരയിലേക്ക് ഒഴുകിക്കയറും. അതാണ് സുനാമി എന്ന് പറയുന്നത്. ആ സുനാമിയിൽ നിന്നും ആ ആനിമൽസിൻ്റെ ബിഹേവിയർ പാറ്റേൺ കൊണ്ട് ആ ട്രൈബ്സൊക്കെ രക്ഷപ്പെട്ടു. Dolphins also make different sounds to give messages to each other. Scientists believe that many animals have special language to their own. അതുപോലെ ഡോൾഫിനും ഇതുപോലെയാണ്, ഒരു പ്രത്യേക സൗണ്ട് ഉണ്ടാക്കിയാണ്
സിഗ്നൽ കൊടുക്കുന്നത്. പിന്നെ എക്കോ ലൊക്കേഷൻ, അതായത് ഇവർ ഒരു പ്രത്യേക സൗണ്ട് ഉണ്ടാക്കുമെന്ന് നമ്മൾ പറഞ്ഞല്ലോ. ഈ പ്രത്യേക സൗണ്ട് ഇങ്ങനെ പോവാണ്, ആ സൗണ്ട് എവിടെയെങ്കിലും തട്ടി അത് തിരിച്ചു വരും. അപ്പോൾ അവർക്ക് മനസ്സിലാവും അവരുടെ വഴിയിൽ എന്തോ ഉണ്ട് എന്ന്. അങ്ങനെയാണ് അവർ മെസ്സേജ് ചെയ്യുന്നത്. റൈറ്റ്. ക്യാൻ യു അണ്ടർസ്റ്റാൻഡ് ദ സൗണ്ട് ഓഫ് സം ആനിമൽസ്? വിച്ച് ആനിമൽസ്? ഏതെങ്കിലും ആനിമൽസിൻ്റെ സൗണ്ട് നിങ്ങൾക്ക് കേട്ടാൽ പെട്ടെന്ന് മനസ്സിലാവുമോ? ഏത് ആനിമലിൻ്റെയാണ്? ഡു സം ആനിമൽസ് അണ്ടർസ്റ്റാൻഡ് യുവർ ലാംഗ്വേജ്? വിച്ച് വൺ? നിങ്ങളുടെ ലാംഗ്വേജ് മനസ്സിലാവുന്ന ഏതെങ്കിലും ആനിമൽസ് ഉണ്ട്? നമുക്ക് നമ്മുടെ പെറ്റ്സിനെ കുറിച്ച് ചിന്തിക്കാം. പെറ്റ്സിനാണെങ്കിൽ നമ്മൾ പറയുന്നത് മനസ്സിലാവും, മിക്കവാറും അവരെന്തിനാണ് സൗണ്ട് ഉണ്ടാക്കിയതെന്ന് നമുക്ക് മനസ്സിലാവും, ഇല്ലേ? പെറ്റ്സ്, നമ്മുടെയൊക്കെ പെറ്റ്സ്, ഒരു ഡോഗോ ക്യാറ്റോ വല്ലതും ഉണ്ടെങ്കിൽ. Say it with sound. Just like birds and dolphins, you can also make your own language of sound for giving messages. ബേർഡ്സും ഡോൾഫിനും ഒക്കെ ചെയ്യുന്ന പോലെ നമുക്കും സൗണ്ട് ഉണ്ടാക്കി മെസ്സേജസ് പാസ് ചെയ്യാം. റിമെമ്പർ, യു ഹാവ് ടു ടോക്ക് ടു യുവർ ഫ്രണ്ട്സ് വിത്ത് only sounds and no words. How and when will you need to give an alarm call? For example, when the teacher is coming to the classroom. ഇനി നമ്മളും അതുപോലെ ചില സൗണ്ടുകളൊക്കെ ഉണ്ടാക്കാറുണ്ട്. ഫോർ എക്സാമ്പിൾ, ടീച്ചർ ക്ലാസ്സിലില്ല, ക്ലാസ്സിൽ ഭയങ്കര ബഹളമാണ്. ടീച്ചർ ക്ലാസ്സിലേക്ക് വരുന്ന സമയത്ത് ആരെങ്കിലും പറയും, എന്തെങ്കിലും ഒരു സൗണ്ട് ഉണ്ടാക്കി ടീച്ചർ വരുന്നു എന്ന് പറയുമ്പോൾ എല്ലാവരും വളരെ സൈലൻ്റ് ആയിട്ടിരിക്കും, അല്ലേ? അതൊരു മെസ്സേജാണ്. സ്ലീപ്പിംഗ് വാക്കിംഗ്. Some animals go into a long, deep sleep in certain seasons. Then they are not seen for many months. ചില ആനിമൽസ് ഉണ്ടല്ലോ, അത് ചില സീസണിൽ മൊത്തം ഉറങ്ങിത്തീർക്കും. Have you noticed that during the cold season you cannot see any lizard in the house? Where do you think they have gone? ലിസാർഡ്സിനെ കുറിച്ച്, അതായത് പല്ലികളെ അറിയാമല്ലോ. പല്ലികളെ ചില സമയത്ത്, അതായത് തണുപ്പുള്ള സമയത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. എന്താ കാര്യം? അവർ നല്ല ഉറക്കത്തില്ല. വളരെ കോൾഡ് സീസണിൽ അവർ കുറച്ച് സമയം മാത്രമേ ഉണർന്നിരിക്കൂ. നെക്സ്റ്റ് ഈസ് സ്ലോത്ത്. Sloth. It looks like a bear, but it is not. It is a sloth. It spends almost 17 hours a day sleeping while hanging upside down on a tree branch. സ്ലോത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏറ്റവും മടിയനായിട്ട്, സ്ലോ ആയിട്ട് ജോലി ചെയ്യുന്ന ഏറ്റവും മടിയനായിട്ടുള്ള ആനിമലാണ് സ്ലോത്ത്. അത് ഏകദേശം 17 മണിക്കൂർ ഒരു ദിവസം ഉറങ്ങും. 24 മണിക്കൂറേ ഉള്ളെന്ന് ഓർക്കണം ഒരു ദിവസം. അതിൽ 17 മണിക്കൂർ ഉറങ്ങുന്ന ജീവിയാണ് സ്ലോത്ത്. ദ സ്ലോത്ത് ഈറ്റ്സ് ദ ലീവ്സ് ഓഫ് ദ സെയിം ട്രീ ഓൺ വിച്ച് ഇറ്റ് ലീവ്സ്. അത് ജീവിക്കുന്ന, അതായത് ഏത് മരത്തിലാണോ താമസിക്കുന്നത് ആ മരത്തിൽ ലീവ്സ് തന്നെയാണ് കഴിയുന്നത്. ഈ സ്ലോത്തിനെ കുറിച്ച് നമുക്ക് ഒരു ചെറിയ വീഡിയോ ഉണ്ട്, അത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, താല്പര്യമുള്ളവർക്ക് അത് കാണാം. എൻഡേഞ്ചേർഡ് ആനിമൽസിനെ കുറിച്ചാണ്, കുറേ ആനിമൽസിനെ കുറിച്ചുണ്ട്. It hardly needs to anything else. When it has eaten enough leaves from that tree, it moves to the nearby tree. ഇത് ആ ജീവിക്കുന്ന ട്രീയിൽ തന്നെ നിന്ന് ലീവ്സ് എല്ലാം കഴിക്കും. ആ ട്രീയുടെ ലീവ്സ് ഓൾമോസ്റ്റ് ഫിനിഷ് അപ്പ് ആകുമ്പോൾ നെക്സ്റ്റ് ട്രീ അത് ചൂസ് ചെയ്യും. സ്ലോത്ത്സ് ലീവ് ഫോർ അബൌട്ട് 40 years ആൻഡ് ഇൻ ദാറ്റ് ടൈം ദേ മൂവ് അറൗണ്ട് ഓൺലി 8 trees. അവർ ഏകദേശം 40 വർഷം ജീവിച്ചാൽ പോലും ഏകദേശം 8 ട്രീസിൻ്റെ ഇല മാത്രമേ കഴിക്കുകയുള്ളൂ. അതായത് അടുത്തടുത്തുള്ള അത്രയും മാത്രമേ അത് മൂവ് ചെയ്യൂ. അപ്പോൾ എന്തുമാത്രം മടിയനാണെന്ന് ഓർത്തോണം. വൺസ് എ വീക്ക് ഇറ്റ് കംസ് ഡൗൺ ഫ്രം ദ ട്രീ ടു റിലീവ് ഇറ്റ് സെൽഫ്. ഒരു ആഴ്ചയിൽ ഒരു ദിവസമല്ലോ അത് ആ മരത്തിൻ്റെ മുകളിൽ നിന്ന് താഴേക്കൊന്ന് ഇറങ്ങി വരും. ഹിയർ വി ക്യാൻ സീ ദ ഡെയിലി റുട്ടീൻ ഓഫ് സ്ലോത്ത്. സ്ലോത്തിൻ്റെ ക്ലോക്ക് ഇങ്ങനെയാണ്. ഏകദേശം 17 മണിക്കൂറും ഉറങ്ങും. ഉണ്ടോ? സ്ലീപ്പിംഗ് ടൈം ഫോർ സ്ലോത്ത്, ടൈം ഫോർ വിച്ച് സ്ലോത്ത് ഈസ് എവേക്ക്. ഇത്രയും സമയം മാത്രമാണ് അത് ഉണർന്നിരിക്കും, ബാക്കി സമയം മൊത്തം അത് ഉറങ്ങുകയായിരിക്കും. 24 hour ക്ലോക്കാണ്. ലിസാർഡ് വീഡിയോ ഷോ ലിസാർഡിൻ്റെ അതുപോലെ കാണിച്ചേക്കുന്നതാണ്ട 24 hour ക്ലോക്കിൽ
24 hour lizard എങ്ങനെയാണ് ജീവിക്കുന്നതെന്ന്. Given there is sleeping time of some animals, right below the picture of how many hours a day that can the animal sleeps. ഇത് നിങ്ങൾ കൗണ്ട് ചെയ്യണം. ഇത് ഓരോന്നും 1 2 എന്ന് നിങ്ങൾ കൗണ്ട് ചെയ്യുക. 24 hour ക്ലോക്കാണ്. സോ ഇതിപ്പോൾ നമുക്ക് 1 2 3 4 5 6 12 ആണ്. അപ്പോൾ ഒരെണ്ണം 2 കണക്കാക്കണം. 2 കണക്കാക്കണം. ഒരു കോളം എന്ന് പറയുന്നത് 2. 24 hour എന്ന് പറയുന്നത് ഈ 2 കോളം വരുമ്പോൾ എത്രയായി? 4 hours. മനസ്സിലായോ? അപ്പോൾ ഒരെണ്ണം ഈ ഒരു ഇങ്ങനെ കാണിച്ചിരിക്കുന്ന ഒരെണ്ണം ഇല്ലേ, ഇത് 2 hours എന്നെടുക്കാം. അപ്പോൾ 1 2 3 4 5 6 7 8 9 hours ആണ് ഒരു പൈത്തോൺ. 9 കോളം. അപ്പോൾ 9 × 2 18 hours ആണ് ഒരു പൈത്തോൺ എന്ത് ചെയ്യുന്നത്? സ്ലീപ്പ് ചെയ്യുന്നത്. ആനിമൽ സ്ലീപ്പ് ചെയ്യുന്നത് തന്നെയാണ് കേട്ടോ. വെൻ യു സീ ഡിഫറെൻറ്റ് ആനിമൽ യു ക്യാൻ ഹാവ് എനി ക്വസ്റ്റ്യൻ അബൌട്ട് ദം, മേക്ക് എ ലിസ്റ്റ് ഓഫ് 10 such questions. ഇനി ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 10 questions എഴുതണം കേട്ടോ. ഇനി ഒരു ടൈഗറിൻ്റെ പിക്ചർ കൊടുത്തിട്ട് അതിൻ്റെ ടൈഗറിൻ്റെ പ്രത്യേകതകളാണ് പറയുന്നത്. എ ടൈഗർ ക്യാൻ സീ 6 times better at night than most of us. നമ്മളെക്കാട്ടിൽ ഏകദേശം 6 ഇരട്ടി കാഴ്ച ശക്തിയുള്ള ആളാണ് ടൈഗർ. A tiger's whiskers are very sensitive and can sense the movement or vibrations in air. They help the tiger to move in the dark and find its prey. Whiskers എന്ന് പറഞ്ഞാൽ ഈ മീശ കണ്ടിട്ടില്ലേ, ഇത് വളരെ സെൻസിറ്റീവാണ്. അതുകൊണ്ട് അതിന് എയറിലെ വൈബ്രേഷൻസ് വളരെ നന്നായിട്ട് കാണാൻ പറ്റും. അതായത് വായുവിലുണ്ടാകുന്ന വൈബ്രേഷൻസ്. അതുകൊണ്ട് തന്നെ അതിന് അതിൻ്റെ ആഹാരമൊക്കെ കണ്ടെത്താൻ പെട്ടെന്ന് കഴിയും. നെക്സ്റ്റ്, എ ടൈഗർ സെൻസ് ഓഫ് ഹിയറിംഗ് ഈസ് സോ ഷാർപ്പ് ദാറ്റ് ഇറ്റ് ക്യാൻ മേക്ക് ഔട്ട് ദ ഡിഫറൻസ് ബിറ്റ്വീൻ റോസ്ലിംഗ് ഓഫ് ലീവ്സ് ആൻഡ് സൗണ്ട് ഓഫ് ദ ആനിമൽ മൂവിങ് ഓൺ ദ ഗ്രാസ്. അതുപോലെ ടൈഗറിൻ്റെ ഹിയറിങ് വളരെ ഷാർപ്പാണ്. നല്ല കേൾവിശക്തിയുള്ള ആനിമലാണ് ടൈഗർ. അത് ആ കരിയിൽ അനങ്ങുന്നതും ആനിമൽസ് മൂവ് ചെയ്യുന്നതൊക്കെ അത് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. The ears of the tiger can move in different directions and this help to catch the sound from all around. അതുപോലെ ഈ ടൈഗറിൻ്റെ ചെവി ഏത് ഡയറക്ഷൻ വേണമെങ്കിലും നീക്കാൻ പറ്റും. അങ്ങനെ നീക്കുന്നതുകൊണ്ട് അതിന് ഏത് ഡയറക്ഷനിൽ നിന്നുള്ള സൗണ്ടും പെട്ടെന്ന് ക്യാച്ച് ചെയ്യാനും പറ്റും. Tigers make different sounds for different purposes, like when it is angry or to call out to tigers. It can also roar or snarl. Its roar can be heard up to 3 kilometers away. ടൈഗറിന് പലതരത്തിലുള്ള സൗണ്ട് ഉണ്ടാക്കാൻ പറ്റും. ഓരോ പർപ്പസുകൾ, അല്ല ഓരോ ഉദ്ദേശങ്ങളാണ്. ചിലതാണെങ്കിൽ ടൈഗർ സ്പെൻ കടുവയെ വിളിക്കാനാണ്. മറ്റ് ചിലപ്പോൾ വേറെ ദേഷ്യം വരുമ്പോഴാണ്. അലർച്ച, അതിൻ്റെ അലർച്ച ഏകദേശം 3 കിലോമീറ്റർ ദൂരെ വരെ നമുക്ക് കേൾക്കാൻ പറ്റും. ഈച്ച് ടൈഗർ ഹാസ് ഇറ്റ്സ് ഓൺ ഏരിയ വിച്ച് മേ കവർ സെവറൽ കിലോമീറ്റേഴ്സ്. പല കിലോമീറ്റർ അകലം വരെ, കുറേ കിലോമീറ്റർ അകലം വരെ ഒരു ടൈഗറിൻ്റെ ഏരിയ ഉണ്ടാകും. ടൈഗേഴ്സ് മാർക്ക് ദെയർ ഏരിയ വിത്ത് ദെയർ യൂറിൻ. നമ്മൾ ഡോഗിനെ കുറിച്ച് പറഞ്ഞില്ലേ, ഡോഗ് യൂറിൻ പാസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു ഏരിയ മണത്ത് നോക്കിയാണ് അത് കണ്ടുപിടിക്കുന്നത്. വേറെ ഏതെങ്കിലും ഡോഗ്സ് അവിടോട്ട് വന്നിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ടൈഗറും അങ്ങനെയാണ്. യൂറിൻ പാസ് ചെയ്തിട്ടാണ് അതിൻ്റെ ഏരിയ മനസ്സിലാക്കുന്നത്. എ ടൈഗർ ക്യാൻ അഡ്വാൻസ് കം ടു നോ ഇഫ് ദെയർ ഈസ് അനദർ ടൈഗർ ഇൻ ദാറ്റ് ഏരിയ ബൈ ദ സ്മെൽ ഓഫ് ദെയർ യൂറിൻ. എ ടൈഗർ വിൽ അവോയ്ഡ് ഗോയിങ് ഇൻ ടു അനദർ ടൈഗേഴ്സ് ഏരിയ. അതുപോലെ അതിൻ്റെ ഏരിയയിലേക്ക് വേറെ ഏതെങ്കിലും ഒരു ടൈഗർ വന്നിട്ടുണ്ടോ എന്ന് അറിയുന്നതും മറ്റേതെങ്കിലും ടൈഗറിൻ്റെ യൂറിൻ്റെ സ്മെല്ലുണ്ടോ എന്ന് നോക്കിയിട്ടാണ്. ദി നമ്പർ ഓഫ് ടൈഗേഴ്സ് ആൻഡ് മെനി അതർ ആനിമൽസ് ഇൻ അവർ കൺട്രി ഈസ് റെഡ്യൂസിങ്. ദർ ഈസ് ഡേഞ്ചർ ദാറ്റ് സം ഓഫ് ദം വിൽ ഡിസപ്പിയർ. നമ്മുടെ നാട്ടിലെ ഈ ടൈഗറിൻ്റെ എണ്ണം വളരെ കുറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്.
To protect the animals, our government has made some forests as protected areas. അതിന് ഗവൺമെൻറ് ചെയ്യുന്ന ചില ഏരിയാസൊക്കെ ഫോറസ്റ്റിൻ്റെ ചില ഭാഗങ്ങളൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുണ്ട്. അവിടേക്ക് ആനിമൽസിനെ പ്രൊട്ടക്റ്റ് ചെയ്ത് വളർത്തുന്നുണ്ട്, സംരക്ഷിച്ച് വളർത്തുന്നുണ്ട്. സം ഓഫ് ദം ആർ ജിം കോർബറ്റ് നാഷണൽ പാർക്ക് ഇൻ ഉത്തരാഖണ്ഡ് ആൻഡ് ഘാന ഇൻ ഭരത്പൂർ ഡിസ്ട്രിക്ട് ഇൻ രാജസ്ഥാൻ. In these areas, nobody can hunt animals or destroy the jungle. ധാരാളം നാഷണൽ പാർക്കുകളുണ്ട് നമുക്ക്. ആ പാർക്സിലൊക്കെ ഇങ്ങനെ ആനിമൽസിനെ കീപ്പ് ചെയ്യുന്നുണ്ട്. അതിനെ ഉപദ്രവിക്കാനൊന്നും ആരും സമ്മതിക്കത്തില്ല. ലെറ്റ്സ് മേക്ക് എ പേപ്പർ ഡോഗ്. ഹിയർ ഈസ് ആൻ ആക്ടിവിറ്റി. സോ യു ക്യാൻ മേക്ക് വൺ പേപ്പർ ഡോഗ്. Okay, here ends our chapter. ഇത് തീർച്ചയായിട്ടും ലെസൺ നന്നായി വീഡിയോ നന്നായി കേൾക്കുക. ഒപ്പം തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ എൻ്റെ പാർട്ട് 1 അതുപോലെ സ്ലോത്തിനെ കുറിച്ച്, എൻഡേഞ്ചേർഡ് ആനിമൽസിനെ കുറിച്ച് ചെയ്ത വീഡിയോയും ഇട്ടേക്കാം. തീർച്ചയായിട്ടും അത് കാണാം. താങ്ക് യു.